ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 8 സെൻറ്റ് പ്ലോട്ടിൽ 2500 സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. വീടിൻ്റെ എക്സ്റ്റീരിയറിനേക്കാളും ഭംഗി ഇൻറ്റീരിയറാണ് കേട്ടോ. ആച്ചാത്ത് ഇബ്രാഹിം, റൈഹാനത്ത് എന്നിവർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് നമുക്ക് കണ്ടു നോക്കാം. ലെങ്തി ആയിട്ടുള്ളൊരു പ്ലോട്ടാണിത്. മുറ്റത്ത് സ്റ്റോണാണ് വിരിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഭംഗിയിൽ പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ലോൺ കൊടുത്ത് അതിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗം ടെക്സ്ചർ പെയിൻറ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഒരു ബോക്സ് ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി ഫ്ലാറ്റ് റൂഫാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വീടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് പോർച്ച് ചെയ്തിട്ടുള്ളത്. പോർച്ചിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പോർച്ചിൻ്റെ ലെഗ് ചെയ്തിട്ടുള്ളത് ജിഐയുടെ സ്ക്വയർ ട്യൂബിൽ എക്സ് ടൈപ്പിലാണ് കേട്ടോ. റൂഫ് വരുന്നത് ഡ്രസ് വർക്ക് ചെയ്തിട്ട് അതിൽ HPL ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഫാന് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വാളിൽ പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തേക്കായിട്ട് ഇവിടെ ഒരു ടാപ്പ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്കും പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ട് കാണാം. ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് ഒരു ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ വരുന്നുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് വണ്ടർ വൈറ്റ് മാർബിളാണ്. ഇരിക്കാനായിട്ട് 2 വുഡൻ ചെയറുകളും ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ടീ ടേബിളുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു സൈഡിലേക്കായിട്ട് ഒരു ഹാങ്ങിങ് സ്വിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഈ വീടിൻ്റെ നെയിം വളരെ ഭംഗിയിൽ വുഡിൽ ചെയ്തിട്ടുള്ളതാണ്. മൻസിലുൽ അബ്രാർ എന്നാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ വീടിൻ്റെ പ്ലാൻ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ള ലൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ സിമ്പിളായിട്ടുള്ളൊരു സീലിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ഡോറ് കാണാം. കരിവാക വുഡിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് ഒരു കാലിഗ്രഫി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡിലും വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുക്കാലും കാലുമായിട്ടാണ് ഈ ഒരു ഡോറ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ടാണ്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ വലിയൊരു ഹാളാണ് വരുന്നത്. ഈ ഒരു ഹാളിനെ പാർട്ടീഷൻ ചെയ്തിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ് ഏരിയ ആണ്. മുകളിൽ നല്ല ഭംഗിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിവിങ് ഏരിയ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. ഇവിടെ ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും പാർട്ടീഷൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ ഒത്തിരി പേര് കാണുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് പേര് മാത്രമാണ് നമുക്ക് റെസ്പോൺസ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ഈ ഒരു ഡബിൾ ഹൈറ്റിൽ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യൂട്ടായിട്ടുള്ളൊരു ടീ ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പിൽ വരുന്നൊരു സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓഫ് വൈറ്റ് കളറാണ്. പിന്നെ ദാ ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേഷനിലാണ്. കൂടെ GI വർക്കും വരുന്നുണ്ട്. പിന്നെ ദാ ഇവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റും ഡെക്കോറൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു പാസേജിൽ വരുന്ന വാളിൽ ഇങ്ങനെയൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു അറബിക് ഡിസൈനാണ്. ഇത് പ്ലാസ്റ്ററിങ്ങിലും ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ.
ഇനി ഇവിടുന്ന് നേരെ നമ്മൾ കടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. നേരെ കാണുന്നത് കിച്ചണാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലാണ് ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്കായിട്ട് സ്റ്റെയർ, 2 ബെഡ്റൂം എന്നിവ വരുന്നുണ്ട്. അതുപോലെ ഒരു പ്രെയർ റൂമും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഡൈനിങ് ഏരിയ ഒന്ന് പരിചയപ്പെടാം. 8 കുഷ്യൻ ചെയറുകളോട് കൂടിയിട്ടുള്ളൊരു ഡൈനിങ് ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും മുകളിൽ നല്ല ഭംഗിയുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. മുകളിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു വാളിലായിട്ട് ഇതുപോലെ ഒരു ഷോക്ക് പീസ് ചെയ്തിട്ടുണ്ട്. ഇതും മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് 3 ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. 3 അല്ല 4 ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റെയർ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗമാണ്. സ്റ്റെയറിന് താഴെയായിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ബ്ലാക്ക് വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഷെൽഫ് വരുന്നുണ്ട്. പിന്നെ ദാ സ്റ്റെയറിന് താഴെയായിട്ട് ഒരു ചെറിയ കോട്ടിയാർഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മൊറോക്കൻ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് PVC ലൂവേഴ്സ് കൊണ്ടാണ്. ഈ ഒരു ഭാഗത്താണ് പ്രെയർ റൂം വരുന്നത് കേട്ടോ. ഇതിനകത്ത് വുളൂഹ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് പ്രെയറിനുള്ള ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്തായിട്ടൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വലിയ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ വരുന്ന ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഇവിടെ ഫുള്ള് കരിവാക വുഡാണ് കേട്ടോ ഡോറിനൊക്കെ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ പ്ലാന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കോട്ടാണ് ചെയ്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് മിറർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതും മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബാത്റൂമാണ്. ഇതിനകത്ത് ഒരു വാഷ് ബേസിന് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ടൈൽ കളർ കോമ്പിനേഷനൊക്കെ ഒന്ന് കണ്ടു വെച്ചോളൂ. 2x4 ടൈലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന സെക്കൻഡ് ബെഡ്റൂം കാണാം. ഇവിടെ ബെഡ്റൂമിലേക്ക് കിടക്കുന്ന ഭാഗത്തൊരു ഫോയർ കൊടുത്തിട്ടുണ്ട്.
എന്നിട്ടാണ് റൂം വരുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഭംഗിയുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ദാ കോട്ടിൻ്റെ ഈ ഒരു ഹെഡ് ബോർഡിലായിട്ട് കുഷ്യൻ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ ഷെൽഫ് വരുന്നുണ്ട്. ഒരു സൈഡ് മേക്കപ്പ് യൂണിറ്റ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരു മിററും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. നമ്മൾ കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡ് വിത്ത് മൈക്ക ലാമിനേഷനാണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു വാർഡ്രോബാണ്. ഇനി നമുക്ക് ബാത്റൂം നോക്കാം. ബാത്റൂമിൻ്റെ ഡോറിൻ്റെ ഡിസൈൻ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഇതും അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ ബാത്റൂം ഫിറ്റിങ്സ് മൊത്തം ബ്ലാക്ക് കളറിലാണ്. ഈ ഒരു ടൈൽ കളർ കോമ്പിനേഷൻ നോക്കിക്കോളൂ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ജിയായിലും കരിവാഗ വുഡിലുമാണ്. ഹാൻഡ് റെയിൽ വന്നിട്ടുള്ളത് ഗ്ലാസ്സിലും വുഡിലുമാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റെയർ കാണാനായിട്ട്. സ്റ്റെപ്പിന് താഴെയായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കയറി വരുന്ന ഭാഗത്ത് ഇവിടെ വാൾ ഫ്രെയിമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെയർ കയറി കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണിത്. ഈ ഒരു രീതിയിലാണ് മുകളിൽ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരെ കയറി വരുമ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ബാൽക്കണിയും ഒരു ബെഡ്റൂമും അതുപോലെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ലിവിങ് ഏരിയ ഉണ്ടല്ലോ അതിന് മുകളിൽ വരുന്ന ഹാങ്ങിങ് ലൈറ്റ് വരുന്ന ഭാഗവും ഇവിടെയാണ് വരുന്നത്. ഇവിടെയും ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സീലിംഗ് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ലൈറ്റിന് മാച്ച് ആയിട്ടുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണാം. സ്റ്റെയർ കയറി വരുന്ന ഭാഗത്താണ് വരുന്നത്. അതാണ് ഞാൻ പിന്നീടും എടുത്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഓരോ ബെഡ്റൂമും അതിൻ്റെ കോട്ടും ബെഡ്ഷീറ്റൊക്കെ അനുസരിച്ചായിരിക്കും കേട്ടോ ആ ഒരു ബെഡ്റൂമിൻ്റെ ഭംഗി തന്നെ. ഒരുപാട് പേര് നമ്മൾ വാളിൽ ടെക്സ്ചർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു വർക്ക് വരുന്നില്ല. അതിന് പകരം സിമ്പിളായിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇതിനോട് ഈ ഒരു കോട്ടിനോട് മാച്ചായിട്ടുള്ള വാർഡ്രോബാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് മിറർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മിററിലേക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലാണ് മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം കൂടുതൽ വലുപ്പത്തിലൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. ഉള്ളത് നല്ല രീതിയിൽ നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ബാൽക്കണി കാണാം. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഫ്ലോർ ചെയ്തിട്ടുള്ളത് മോർവാഡ് വൈറ്റ് മാർബിൾ കൊണ്ടാണ്. ഈ ഒരു ഭാഗത്തും ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിലാണ് ചെയ്തിട്ടുള്ളത്.
ഇവിടെയും മുകൾ ഭാഗം സീലിംഗ് ചെയ്തിട്ടുണ്ട്, ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത് ഫസ്റ്റ് വരുന്നത് ഓപ്പൺ ടെറസാണ്. എന്നിട്ട് 2 ബെഡ്റൂം, പിന്നീട് സ്റ്റഡി ഏരിയ എന്നിങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ടെറസ് നോക്കാം. ഇവിടെ റൂഫിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ ലാഡർ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ വരുന്ന സെക്കൻഡ് ബെഡ്റൂം കാണാം. ഇവിടെ 2 റൂമും അടുത്തടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഫർണിഷിങ് ചെയ്തിട്ടില്ല. വാർഡ്രോബും സ്പേസ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിൻ്റെ ഡിസൈൻ കാണാം. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബ്ലൂ ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. നമ്മൾ റൂമിലേക്ക് കടന്ന് വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കോട്ടിൻ്റെ ഹെഡ് ബോർഡ് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള വാൾ ഡെക്കർ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങും ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കർട്ടൻ ചെയ്തിട്ടുള്ളത് റോമൻ ബ്ലൈൻഡ്സ് ആണ്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലോക്ക് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ഒരു രീതിയിൽ സാധാരണ ഓപ്പൺ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ബാത്റൂം ഡോർ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റഡി ഏരിയ കാണാം. ഓരോ ഭാഗവും നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു സ്റ്റഡി ഏരിയയും വരുന്നത്. ഇവിടെ ഈ ഒരു വാളിലായിട്ട് ഒരു അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ട് ട്രോഫിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു സൈഡിലേക്കായിട്ടൊരു ബെഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഷെൽഫാണ് വരുന്നത്. മൊത്തത്തിൽ നല്ലൊരു സ്റ്റഡി ഏരിയ ആയിട്ട് തോന്നിട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടെ വാളിലായിട്ട് നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇനി ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് നമുക്ക് ജസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ആക്കുന്നില്ല, കാരണം ഇനിയും വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു കിച്ചൺ ടൂർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.